വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ഫലസ്തീൻ ജനതയുടെ അതിശക്തമായ പ്രതികരണം അതിരുകടന്നതായി ലോകരാജ്യങ്ങൾ. ഇസ്രായേലിന്റെ ജയ്യത വിളിച്ചോതിയ അയൺ ഡോമിന്റെയും ഇസ്രായേലി ചാരസംഘടനയായ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെയും കാര്യപ്രാപ്തിയെ ചോദ്യം ചെയ്യാൻ ഇസ്രായേൽ വഴങ്ങിക്കൊടുത്ത ദിവസം. അന്നേ ദിവസം 815 സാധാരണ മനുഷ്യരടക്കം 1195 ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 251 ഇസ്രായേലികൾ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് ഹമാസിന് എങ്ങനെ ഇസ്രായേലിനകത്ത് കടന്നു കയറാൻ കഴിഞ്ഞു എന്നതിൽ സംശയം ബാക്കി നിൽക്കുകയാണ് ഇന്നും. ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു. 2 ദിവസം കൊണ്ട് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കി ബന്ദികളെ തിരികെ എത്തിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വീമ്പിളക്കി. അങ്ങനെ 2023 ഒക്ടോബർ 7 മുതൽ ഗസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിന്റെ ആക്രമണവും വഴിഞ്ഞാട്ടവും ആരംഭിച്ചു. ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനെന്ന പേരിൽ തുടങ്ങിയ യുദ്ധം സാധാരണ മനുഷ്യരെയും അവരുടെ പാർപ്പിട സമുച്ചയങ്ങളെയും ലക്ഷ്യം വെക്കാൻ തുടങ്ങി. നിരപരാധികളായ 10,000 മരിച്ചു വീഴാൻ തുടങ്ങി. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും നിർദോഷികളായ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും മാത്രം. 10,000-കണക്കിന് കുട്ടികൾ കൈകാലുകൾ നഷ്ടപ്പെട്ട് മാംസപിണ്ഡമായി മാറ്റപ്പെട്ടു. ആയിരങ്ങളെ അനാഥരാക്കി മാറ്റപ്പെട്ടു. ഒരുപാട് മാതാപിതാക്കൾ അനന്തരാവകാശികൾ പോലും ഇല്ലാതെയായി. പല കുടുംബങ്ങളും ഒരവകാശി പോലും ഇല്ലാതെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഗസയിൽ എവിടെയും മനുഷ്യരക്തത്തിന്റെയും അഴുകിയ മാംസത്തിന്റെയും ഗന്ധം ഒഴുകി നടക്കാൻ തുടങ്ങി. ആളുകളുടെ അവശിഷ്ടങ്ങൾക്ക് വേണ്ടി നായകൾ കടിപിടി കൂട്ടി. ലോകത്താകമാനം ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധ കൊടുങ്കാറ്റുയർന്നു. അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾ ഗസയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങി. പക്ഷേ അറബ് ലോകത്ത് മാത്രം കാര്യമായ ചലനമുണ്ടായില്ല. അറബ് രാജ്യങ്ങൾ അവരുടെ സമ്പത്ത് വഴിപിടിച്ച് ഗസയിലേക്ക് കടക്കാനാവാതെ പുറത്ത് പേരിന് വേണ്ടി കാത്തുകെട്ടിക്കിടന്നു. ഈജിപ്തും ഖത്തറും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി അമേരിക്ക എന്ന കഴുകന്റെ പിന്നിൽ അണിനിരന്നു. അമേരിക്ക ഒരേ സമയം വേട്ടക്കാരനായും ശാന്തിദൂതനായും നിലകൊണ്ടു. ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയായ ഐക്യരാഷ്ട്രസഭ നിസ്സഹായതയോടെ നോക്കി നിന്നു. ഐക്യരാഷ്ട്രസഭയുടെ തീരെ വിലയില്ലാത്ത വാക്കുകൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിലയില്ലാതെ പോയി. വെടിനിർത്തലിന് വേണ്ടി കൊണ്ടുവന്ന പല ചർച്ചകളും അമേരിക്ക തങ്ങളുടെ ഉറ്റച്ചങ്ങാതിയായ ഇസ്രായേലിന് വേണ്ടി വീറ്റോ ചെയ്തു ഇല്ലാതെയാക്കി. അവസാനം അറബ് രാജ്യമായ ഫലസ്തീനു വേണ്ടി ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 6 മാസക്കാലത്തിന് ശേഷം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നടപ്പിലാക്കാനാവാത്ത വിധിയുണ്ടായി. അപ്പോഴും ഇസ്രായേൽ യുദ്ധവുമായി മുന്നോട്ട് നീങ്ങി. ഇസ്രായേലിന് തേര് തെളിക്കാൻ അമേരിക്കയും. ഈ ആധുനിക കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യ അതും അമേരിക്കയുടെ അനുവാദത്തോടെ ഗസയിൽ അരങ്ങേറി. ഒരു വർഷം കൊണ്ട് ചെറിയ വൃത്തത്തിനുള്ള ഗസയിൽ നിന്നും 42,000-ഓളം വരുന്ന മനുഷ്യജീവികളെ ഇല്ലായ്മ ചെയ്തു. ഇവരിൽ 17,000-ഓളം വരുന്ന കുട്ടികൾ, അതിലധികം വരുന്ന സ്ത്രീകളും, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ ആരുമറിയാതെ കുഴിച്ചുമൂടപ്പെട്ട 10,000 വേറെയും. ഗസയിൽ നിരവധി കൂട്ടക്കുഴിമാടങ്ങൾ, ഗസയിലെ വീടുകളും കെട്ടിടങ്ങളും ചരൽക്കൂനകളായി മാറ്റപ്പെട്ടു. പള്ളികളും സ്കൂളുകളും ആതുരാലയങ്ങളും പാടെ തകർത്തു. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പാലിക്കപ്പെടാതെ വംശഹത്യയുടെ രാജാവായി നെതന്യാഹു. ഇപ്പോൾ ഗസയ്ക്ക് വേണ്ടി യുദ്ധത്തീയിലേക്ക് എടുത്തു ചാടിയ ലബനോണിലും വംശഹത്യയുടെ വേരുകൾ പായാൻ തുടങ്ങി. അമേരിക്കയില്ലാത്ത വൻശക്തി രാജ്യങ്ങളും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു. ഗസയിലും ലബനോണിലും ഇസ്രായേലിന്റെ കരിനിയമങ്ങളും യുദ്ധവെറിയും നടപ്പിലാക്കി. ഇന്ന് 2024 ഒക്ടോബർ 7 ഗസൻ യുദ്ധത്തിന് 1 വർഷം തികയുമ്പോൾ ആരുടെ പക്ഷത്താണ് തോൽവിയെന്ന് അന്വേഷിക്കുന്നു ലോകം. 1 വർഷത്തെ നീണ്ട യുദ്ധത്തിനൊടുവിലും ഇസ്രായേലിന് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാനായില്ല. ഹമാസിന്റെ മുഴുവൻ സേനയെയും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇനിയും ബാക്കി വരുന്ന 100-ലധികം ഇസ്രായേലി ബന്ദികൾ ഹമാസിന്റെ കൈകളിലാണ് എന്നുള്ളത് അതിനും വലിയ തോൽവിയായി മാറുന്നു. ഗസയിൽ നിന്നുള്ള ആക്രമണ ഭീതി ഒഴിയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി ഈ ഒരു വർഷം പൂർത്തിയാക്കുന്ന വേളയിലും ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായി. ഇനിയുള്ള ഓരോ നാളുകളും ഇസ്രായേലിന് ഒരിക്കലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഭയമേതുമില്ലാതെ ഇസ്രായേലികൾക്ക് ലോകത്ത് സഞ്ചരിക്കാനാവാത്ത ദുർഗതി വരുത്തിവെച്ചു നെതന്യാഹു. ഹമാസിന്റെ ആക്രമണത്തിന്റെ 1 വർഷം തികയുന്നതിന്റെ ഓർമ്മ പുതുക്കൽ ഇസ്രായേൽ രേഖപ്പെടുത്തിയത് ഗസയിലും ലബനോണിലും ശക്തമായ ആക്രമണം നടത്തിയാണ്. വൈരുദ്ധ്യമില്ലാത്ത ഉഗ്രശേഷിയുള്ള ബോംബുകൾ ഭൂകമ്പത്തിന്റെ പ്രതീതിയുണ്ടാക്കി. മധ്യ ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേർ ഇന്നും കൊല്ലപ്പെട്ടു.
ഒക്ടോബർ 7 ഓർമ്മ പുതുക്കലായി ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ അയച്ചുവിടുമ്പോൾ ഗസയിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരവധി റോക്കറ്റുകൾ അയച്ച് പ്രത്യാക്രമണം നടത്തി. ബൈറൂത്തിലെ ആക്രമണത്തിൽ തിരിച്ചടിയായി മധ്യദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫയെ ഹിസ്ബുള്ള തകർത്തു കളഞ്ഞു. മുമ്പേ ഹിസ്ബുള്ള ഹൈഫയുടെ വീഡിയോ ഫുട്ടേജുകൾ പുറത്തുവിട്ടിരുന്നു. ഇത്രയൊക്കെ ശക്തമായ ബോംബ് വർഷം നടന്നിട്ടും ഹിസ്ബുള്ളയുടെ ആയുധശേഷി കുറയ്ക്കാനോ ആക്രമണശേഷി ഇല്ലാതാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഹൈഫയിലെ ആക്രമണം. ഹൈഫയിലെ ആക്രമണത്തിൽ 10ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടങ്ങളും റോഡുകളും തകർത്തിട്ടുണ്ട്. ലബനൻ ആക്രമണത്തിൽ ഇതാദ്യമായാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഹൈഫയിൽ ഇത്ര കാര്യക്ഷമമായി ഹിസ്ബുള്ളയുടെ മിസൈൽ പതിക്കുന്നത്. ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് ഹൈഫ. ഹൈഫയിൽ നാവികസേനയുടെയും കരസേനയുടെയും താവളങ്ങളുണ്ട് എന്നത് ആക്രമണത്തിന്റെ സാധ്യതയും ലക്ഷ്യവും വലുതാക്കുന്നു. ഗസൻ യുദ്ധം 1 വർഷം പൂർത്തിയാക്കുമ്പോൾ ഹിസ്ബുള്ളക്കും ഹമാസിനും അവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും നഷ്ടപ്പെട്ടു. മടിച്ചു നിന്ന് ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. തങ്ങളും തീരെ മോശമല്ലെന്ന് തെളിയിക്കുന്ന രീതിയിൽ 200ഓളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ഇറാനും ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഒക്ടോബർ 7 തിരഞ്ഞെടുക്കുമെന്ന് അഭ്യൂഹങ്ങൾക്കിടയിൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണം നോക്കി ലോക ജനത ശ്വാസമടക്കിയിരിക്കുകയാണിപ്പോൾ. ഇതിനിടയിൽ ലോകത്ത് പരിചയമില്ലാത്ത ഒരു യുദ്ധതന്ത്രവും ഇസ്രായേൽ ലബനനിൽ നടപ്പിലാക്കി. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യാനും പരസ്പരം വിശ്വാസമില്ലാതാക്കുന്നതിനും ഉതകുന്ന പേജർ, വോക്കി ടോക്കി, ട്രാൻസിസ്റ്റർ യുദ്ധങ്ങൾ. എന്നിട്ടും ഹിസ്ബുള്ളയുടെ വാർത്താവിനിമയ ശൃംഖലയ്ക്ക് പൂർണ്ണമായി ഇല്ലാതാക്കാനോ അവരുടെ അക്രമോത്സുകത കുറക്കാനോ ഇസ്രായേലിനായില്ല. സത്യത്തിൽ ഇസ്രായേൽ ഭീരുക്കളുടെ രാജ്യമായി മാറുകയാണ്. ഇസ്രായേലിന്റെ അകത്തും പുറത്തും വീഴുമ്പോൾ പ്രതീക്ഷയോടെ പ്ലക്കാർഡുകളുമായി തെരുവിൽ കഴിയുന്ന ഒരു കൂട്ടം കുടുംബങ്ങളുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാൻ ഭരണകൂടത്തിന്റെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ. അവർക്കാവശ്യം സമാധാനമാണ്, യുദ്ധവിരാമമാണ്, പ്രിയപ്പെട്ടവരുടെ പുനഃസമാഗമമാണ്.